മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. ആധുനിക രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയയുടെ പാഠങ്ങൾ പകർന്ന് വിദ്യാർത്ഥി സമാജം നടത്തിയ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി. കരുവാരുകുണ്ട് DNOUP സ്കൂളിലെ വിദ്യാർത്ഥി സമാജമാണ് പൊതുതിരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്കൂൾ തിരഞ്ഞെടുപ്പ് നടത്തിയത്. പൊതുതിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട മുഴുവൻ ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിച്ചാണ് വിദ്യാലയത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പിൻവലിക്കൽ, പത്രിക തള്ളൽ, സൂക്ഷ്മ പരിശോധന, സ്ലിപ്പ് വിതരണം തുടങ്ങിയ പ്രക്രിയകളും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്നു. വിവിധ ഗ്രൂപ്പുകളായി ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരരംഗത്തേക്ക് വന്നു. സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേക ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിനായി 3 ദിവസം അനുവദിച്ചു. അനുവദിച്ച ചിഹ്നങ്ങളുടെ ഫോട്ടോകളുമായി ക്ലാസുകൾ തോറും കയറിയിറങ്ങി പ്രസംഗിച്ചും പാട്ടുപാടിയും സ്ഥാനാർത്ഥികൾ വലിയ തോതിലുള്ള പ്രചാരണമാണ് നടത്തിയത്. പ്രചാരണങ്ങൾക്കൊടുവിൽ ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചായിരുന്നു. 1200-ലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിന് വോട്ട് രേഖപ്പെടുത്തുന്നതിനു വേണ്ടി 6 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരുന്നത്. പോളിംഗ് ഓഫീസർ, മറ്റു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ, തെരഞ്ഞെടുപ്പ് ക്രമസമാധാന നിയന്ത്രണ പാലകർ, മീഡിയ വിഭാഗം തുടങ്ങി പൊതുതെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന മുഴുവൻ ചുമതലകളും കുട്ടികൾ തന്നെയാണ് നിർവഹിച്ചത്. വോട്ടർ പട്ടിക, ബൂത്ത് ഏജന്റുമാർ, മഷിപുരട്ടൽ തുടങ്ങിയവയും കുട്ടികൾക്ക് കൗതുകമായി. 18 സ്ഥാനാർത്ഥികളും 4 ബൂത്തുകളും അതുപോലെ തന്നെ 1300-ൽ പരം വിദ്യാർത്ഥികളും ഉള്ള ഒരു വലിയൊരു ഇലക്ഷനാണ് നമ്മുടെ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ വളരെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന എല്ലാ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് സ്ലിപ്പ് കൊടുത്ത് ആ സ്ലിപ്പ് മുഖേന പോളിംഗ് ഓഫീസറിൻ്റെ അടുത്തേക്ക് പോയി മഷി പുരട്ടി അവർ വോട്ട് ചെയ്യുന്നു. ഒരു കുട്ടി 2 വോട്ടാണ് ചെയ്യുന്നത്. ഏതായിരുന്നാലും കുട്ടികൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അവർ ജീവിതത്തിൽ പഠിച്ച ആ ബാലപാഠം അവർക്ക് നേരിട്ട് ചെറുപ്പത്തിൽ തന്നെ അത് അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ വല്ലാത്ത അനുഭൂതി അവരിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇതിനുവേണ്ടി എല്ലാവിധ സാഹചര്യം ഒരുക്കി തന്ന സ്കൂൾ എച്ച്എം, ബഹുമാനപ്പെട്ട നമ്മുടെ അൻവർ സാറിനെയും അതുപോലെ തന്നെ മറ്റു ഇനീഷ്യേറ്റീവ് എടുത്ത എല്ലാ അധ്യാപകരെയും പ്രശംസിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും ആഹ്ലാദ പ്രകടനവും തിങ്കളാഴ്ചയാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.